അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരാണ് നിത്യ അശുദ്ധിയുള്ളവർ? പലർക്കും അറിയില്ല എന്താണ് നിത്യ അശുദ്ധി എന്ന് പറഞ്ഞാൽ. ഹൈളിന്റെയും നിഫാസിന്റെയും സമയം അല്ലാത്തപ്പോൾ സ്ത്രീകളിൽ നിന്ന് രോഗം കാരണമായി പുറപ്പെടുന്ന രക്തമുണ്ട്. അതിന് ഇസ്തിഹാലത്ത് എന്ന് പറയപ്പെടും അറബിയിൽ. അത് ഒരു നിത്യ അശുദ്ധിയാണ്. അതുപോലെ തന്നെ മൂത്രവാർച്ചക്കാരൻ, എല്ലാ സമയത്തും മൂത്രം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നവൻ, രോഗം കാരണമായി ഉറ്റിക്കൊണ്ടിരിക്കുന്നവനാകാം. അതുപോലെ തന്നെ ഗ്യാസിന്റെ അസുഖമുള്ളവർ, എല്ലാ സമയത്തും കുമ്പിടുമ്പോഴും ഉയരുമ്പോഴും എല്ലാ സമയത്തും കീവായു പോയിക്കൊണ്ടിരിക്കുന്നവർ, ഇതൊക്കെ നിത്യ അശുദ്ധിയിൽ പെട്ടതാണ്. ഇവർക്കൊക്കെ വുളൂ ചെയ്യലും നിസ്കരിക്കലും നിർബന്ധമാണ്. എന്നാൽ വുളൂ ചെയ്യുന്നതിനും നിസ്കരിക്കുന്നതിനും അവർക്കൊക്കെ പ്രത്യേകമായ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഏതൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നാം കൃത്യമായി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവരും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് നിസ്കാരം നിർബന്ധമാകുന്നത് ആർക്കാണ് എന്നും, രണ്ടാമത്തത് ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയാൽ അവൻ എങ്ങനെ ഖളാ വീട്ടണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും പറഞ്ഞ വീഡിയോകളുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം. കാണാത്തവർ ആ വീഡിയോ നിർബന്ധമായും കാണുക. ഈ വീഡിയോക്ക് നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുകയാണ്. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമന്റായി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നാം ചെയ്യുന്ന വുളൂ, ആ വുളൂഇനിക്ക് 5 ഷർത്തുകളുണ്ട്. അതിലെ ഒന്നാമത്തെ ഷർത്താണ് വെള്ളം തൊഹൂറായിരിക്കുക എന്നുള്ളത്. അറബിയിൽ മാഉ മുത്തലഖ്, മുത്തലഖായ വെള്ളം എന്ന് പറയും. മുത്തലഖായ വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള വെള്ളം. തനിയെ വെള്ളം എന്ന് പേര് പറയപ്പെടാൻ പറ്റുന്ന എല്ലാത്തിനും ശുദ്ധിയുള്ള വെള്ളം എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ കിണറ്റിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, ഇതൊക്കെ കടൽ ഒഴിവാക്കിയാലും വെള്ളം എന്ന് പറയും. കിണർ ഒഴിവാക്കിയാലും വെള്ളം എന്ന് പറയും. നദി ഒഴിവാക്കിയാലും വെള്ളം എന്ന് പറയും. ഇങ്ങനെ വെള്ളം എന്ന് പറയപ്പെടാൻ പറ്റുന്ന ശുദ്ധിയുള്ള എല്ലാം കൊണ്ടും ശുദ്ധീകരണത്തിന് പറ്റുന്നതാണ്. വുളൂ ചെയ്യാനും കുളിക്കാനും പറ്റുന്നതാണ്. കഞ്ഞിവെള്ളം, തേങ്ങാവെള്ളം, പനനീർ വെള്ളം ഇവയൊന്നും വുളൂ എടുക്കാനോ കുളിക്കാനോ പറ്റുന്നതല്ല. എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കുളിക്കോ വുളൂ എന്ന ശുദ്ധീകരണത്തിനോ അത് പറ്റുന്നതല്ല. കാരണം അത് കഞ്ഞിവെള്ളത്തിൽ നിന്ന് കഞ്ഞി ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത് രണ്ടും കൂടി ചേർന്നതാണ് കഞ്ഞിവെള്ളമാകുന്നത്. അതുപോലെ തന്നെയാണ് പനനീർ വെള്ളവും. പനനീറും വെള്ളവും ചേരുമ്പോഴാണ് പനനീർ വെള്ളമാകുന്നത്. ഇങ്ങനെ മറ്റൊന്നിനോട് ചേർത്തി പറയുമ്പോൾ, മറ്റൊരു വസ്തുവിനോട് ചേർത്തി പറയുമ്പോൾ വെള്ളം എന്ന് തനിയെ പറയപ്പെടാത്ത ഒന്നുകൊണ്ടും വുളൂഇനോ നിർബന്ധമായ കുളിക്കോ പറ്റുന്നതല്ല എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വുളൂഇന്റെ ഒന്നാമത്തെ ഷർത്ത് വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം. രണ്ടാമത്തത് ജറിയു മാഇൻ അലാ ഉളുവിൻ മഅസൂരിൻ, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ തൊട്ടിട്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം കൊണ്ട് തൊട്ട് തടവിയാൽ മതിയാകൂല. അപ്പോൾ കഴുകപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് വുളൂഇന്റെ? ഒന്ന് മുഖം, അതുപോലെ തന്നെ 2 കൈ മുട്ടോടുകൂടി കഴുകുക, കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഈ 3 അവയവങ്ങളാണ് വുളൂഇൽ കഴുകപ്പെടേണ്ട അവയവങ്ങളുള്ളത്. ആ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. അപ്പോൾ വെള്ളത്തിൽ തൊട്ട് ആ അവയവങ്ങളിൽ തടവിയാൽ
വെള്ളം ഒലിപ്പിക്കുക എന്നുള്ള ഷർത്ത് നടക്കാത്തത് കൊണ്ട് തന്നെ വുളൂ സ്വഹീഹ് ആകൂല. വുളൂഇന്റെ മൂന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് അല്ലാ യകൂന അലൈഹി ഐ അലാ ഉളുവിൻ, അവന്റെ വുളൂഇന്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വുളൂഇന്റെ ഫർളായ അവയവമാകട്ടെ സുന്നത്തായ അവയവങ്ങളാകട്ടെ ഏത് അവയവങ്ങളിലും ഇല്ലാതിരിക്കണം. ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വെള്ളം പകർച്ചയാകുന്ന ഒരു വസ്തുവും അവന്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ കസഅഫറാൻ, കുങ്കുമം പോലെ. ഒരാളുടെ രണ്ട് കൈയിലും കുങ്കുമം തേച്ച കൈയായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിൽ വുളൂ ചെയ്യുമ്പോൾ ആ കുങ്കുമം വെള്ളത്തിൽ കലങ്ങിയിട്ട് വെള്ളം എന്ന പേര് പറയപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആ വെള്ളം അങ്ങ് പകർച്ചയായി കുങ്കുമവെള്ളം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആ വെള്ളത്തിലേക്ക് മാറ്റം വന്നു. സ്വന്തലിൻ, അതുപോലെ ചന്ദനം, ഒരാള് അത്തർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചന്ദനത്തിൽ നിന്ന് എടുത്ത ചന്ദനത്തിന്റെ ഓയിൽ അവന്റെ കയ്യിൽ തേച്ചു. അങ്ങനെ ആ വെള്ളത്തിൽ ആ ഓയിൽ കലർന്ന് ചന്ദനത്തിന്റെ സ്മെല്ല് വരാൻ തുടങ്ങി. അതിയായ സ്മെല്ല് വന്നാൽ അതിന് വെള്ളം എന്ന പേര് പറയപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള പകർച്ച വന്നാൽ ആ വെള്ളം പിന്നീട് വുളൂ എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. വെള്ളം പകർച്ചയാവുക എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ നിറം, രുചി, മണം എന്നിവയിൽ വ്യത്യാസം വരിക എന്നുള്ളതാണ്. ഇനി വുളൂഇന്റെ ഷർത്തുകളിൽ നിന്ന് നാലാമത്തത് അല്ലാ യകൂന അലാ ഉളുവിൻ ആയിലിൻ ബൈനൽ മാഇ വൽ മഅസൂൽ, കഴുകപ്പെടുന്ന അവയവത്തിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തൊട്ട് തടയുന്ന ഒന്നും ഇല്ലാതിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ കാലിന് അടിയിൽ ബബ്ലുക്കം ഒട്ടിപ്പിടിച്ചു. ആ ബബ്ലുക്കം ഒട്ടിപ്പിടിച്ചതോടുകൂടി അവൻ വുളൂ ചെയ്തു. ആ ബബ്ലുക്കം അവിടെ നിന്ന് എടുത്ത് കളയാതെ, അതല്ലെങ്കിൽ ദാറ് ആയി. ഇങ്ങനെയൊക്കെ ആയാൽ കട്ടിയുള്ള വസ്തു ആയതുകൊണ്ട് തന്നെ അവിടെ വെള്ളം ചേരുന്നതിനെ തൊട്ട് അത് പ്രയാസമാകും. അങ്ങനെ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവന്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. വുളൂഇന്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. കിതാബിൽ ഉദാഹരണം പറഞ്ഞത് കാണാം. കനൂറത്തിൻ, ചുണ്ണാമ്പ്, കട്ടിയായ ചുണ്ണാമ്പ് അവന്റെ കയ്യിലുണ്ട്. എന്നാൽ അവിടെ വെള്ളം ചേരാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അതിനെ നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. വശംഇൻ, മെഴുക്, ഒരാളുടെ കയ്യിൽ മെഴുക് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ അവിടെ വെള്ളം ചേരാൻ അത് തടസ്സമാകും. അതുകൊണ്ട് തന്നെ അതിനെയും നീക്കൽ നിർബന്ധമാണ്. വദുഹ്നിൻ ജാമിദിൻ, ഉറച്ച എണ്ണ. ഉറച്ച എണ്ണ എന്ന് പറയുമ്പോൾ അവന്റെ കൈവിരൽ കൊണ്ട് വടിച്ചാൽ കട്ടിയിൽ അവൻക്ക് അത് എണ്ണയായി പോരുന്നുണ്ടെങ്കിലാണ് കട്ടിയായ ഉറച്ച എണ്ണ എന്ന് പറയുന്നത്. അതുപോലെ വഐനി ഹിബിരിൻ, മഷിയുടെ തടി. നാം ഉപയോഗിക്കുന്ന ട്യൂബ് പേനയിലെ അതിന്റെ നിബ്ബ് ഊരിയിട്ട് അത് പമ്പിൽ നിന്ന് മഷിയുടെ കട്ട അവന്റെ ശരീരത്തിലേക്ക് വന്നാൽ അവിടെ വെള്ളം ചേരുന്നതിന് തൊട്ട് അത് തടസ്സമാകും. മഷിയുടെ കളറല്ല, ആ തടി അവിടെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതുപോലെ വഹിന്നഇൻ, മൈലാഞ്ചി. ഒരാൾ മൈലാഞ്ചി അരച്ചു. ആ മൈലാഞ്ചി അതുപോലെ അവന്റെ കയ്യിലുണ്ട്. ആ അരച്ച് ഇട്ട അതിന്റെ തടി അവന്റെ കയ്യിലോ കാലിലോ ഉണ്ടെങ്കിൽ, നഖത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെള്ളം ചേരാൻ പ്രയാസമാകും. അതിനെ നീക്കേണ്ടതാണ്. ഇവിടെ നാം പ്രത്യേകമായി സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ട്യൂബ് മൈലാഞ്ചി എന്ന പേരിൽ നാം ഉപയോഗിക്കുന്ന മൈലാഞ്ചികൾ, ഇത് ചുരണ്ടിയാൽ പൊളിഞ്ഞു പോരുന്നതാണെങ്കിൽ അത് വെള്ളം ചേരുന്നതിന് തൊട്ട് പ്രയാസമാകും. അതിലേക്ക് തടിയുണ്ടെങ്കിൽ, വെറും നിറം മാത്രമാണെങ്കിൽ പ്രശ്നമല്ല. അതുപോലെ ശർക്കര മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി ഉണ്ടാക്കി കയ്യിനടിയിലും നഖത്തിലുമൊക്കെ ഇടുന്നത് കാണാം. ഇതും അതിന്റെ തടി അവിടെ ഉണ്ടാകും. മാന്തി പൊളിച്ചാൽ പൊളിഞ്ഞു പോരും. അതല്ലെങ്കിൽ ബ്ലേഡ് എടുത്തിയാൽ
ചുരണ്ടിയാൽ അത് ഇങ്ങനെ പൊളിഞ്ഞു പോരും എന്ന രൂപത്തിലുള്ള തടിയോടുകൂടിയുള്ളതാണെങ്കിൽ അത് ഉള്ള കാലത്തോളം വലിയ ശുദ്ധിയുടെ കുളിയും സ്വഹിയാകൂല, വുളൂഉം ശരിയാകൂല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ തന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉറച്ച എണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളുടെ കയ്യിലോ കാലിലോ എണ്ണ തേച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, ആ സമയത്താണ് അവൻ കുളിക്കുന്നത് അല്ലെങ്കിൽ വുളൂ ചെയ്യുന്നത്. എന്നാൽ അവിടെ വെള്ളം ഒഴിക്കുമ്പോൾ എണ്ണയുള്ളത് കൊണ്ട് വെള്ളം അവിടെ നിൽക്കാൻ സാധ്യതയില്ല, പൂർണ്ണമായും ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് പ്രശ്നമില്ല. ഉറച്ച എണ്ണക്കാണ് ബുദ്ധിമുട്ട് പറഞ്ഞത് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നഖത്തിനടിയിലെ ചളി ഇത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വഖാമിസുഹ, വുളൂഇന്റെ അഞ്ചാമത്തെ ഷർത്ത് ദുഖൂലു വക്തിൻ ലിദാഇമി ഹദസ്, നിത്യ അശുദ്ധിക്കാരനിക്ക് സമയം പ്രവേശിക്കുക എന്നുള്ളതാണ്. ആരാണ് നിത്യ അശുദ്ധിക്കാരി എന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കസൽസിലിൻ, മൂത്രവാർച്ചക്കാരനെ പോലെ, വ മുസ്തഹാലത്തിൻ, ഇസ്തിഹാലത്തുകാരിയെ പോലെ. ഇങ്ങനെയുള്ള നിത്യ അശുദ്ധിയുള്ള ആളുകൾക്ക് യുഷ്തർത്തു ഐളൻ, അവർക്ക് ഷർത്താണ് ലൊന്നു ദുഖൂലിഹി, നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അവൻ മനസ്സിലാക്കണം. വലാ യതവല്ലഉ കൽ മുതയമ്മിമി, തയമ്മം ചെയ്യുന്നവനെ പോലെ തന്നെ വുളൂഉം ചെയ്യാൻ പാടില്ല. ലിഫർളിൻ, ഫർളിനിക്ക് വേണ്ടി, ഔ നഫിലി മുഅക്കദിൻ, അല്ലെ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിനിക്ക് വേണ്ടി, കബില വക്തി ഫിഅലിഹി, അത് പ്രവർത്തിക്കുന്നതിന്റെ സമയം പ്രവേശിക്കുന്നതിനു മുമ്പ്. അപ്പൊ വുളൂഇനും തയമ്മുമിനും ഇത് ബാധകമാണ്. സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം, അതായത് ളുഹ പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ, ഇതിൻ്റെയൊക്കെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് വുളൂ ചെയ്യാനോ തയമ്മും ചെയ്യാനോ പറ്റുന്നതല്ല. മയ്യത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് തയമ്മും ചെയ്യാനും പറ്റൂല, വുളൂ എടുക്കാനും പറ്റൂല, മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ്. അതുപോലെ റവാത്തിബിൽ മുതഅഖിറതി ഖബല ഫിഅലിൽ ഫർളി, ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രം നിസ്കരിക്കാൻ കരുതിയിട്ട് വുളൂ എടുക്കുക. അത് അതിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷമേ പറ്റുകയുള്ളൂ. വലുസൂമു വുളൂആനി ഐ തയമ്മുമാനി, രണ്ട് വുളൂഉം രണ്ട് തയമ്മുമും ചെയ്യണം. ആരാ ചെയ്യേണ്ടത്? അലാ ഖത്തീബിൻ ദാഇമിൽ ഹദസ്, നിത്യ അശുദ്ധിക്കാരനായിരിക്കുന്ന ഖത്തീബ്. അഹദുഹുമ, ഒന്നാമത്തെ തയമ്മുമാണെങ്കിലും വുളൂ ആണെങ്കിലും, ലിൽ ഖുതുബത്തൈനി, രണ്ട് ഖുതുബയ്ക്ക് വേണ്ടി. വല്ലാഖിറു ബഅദഹുമ ലിസ്വലാത്തിൽ ജുമുഅത്തി, രണ്ടാമത്തെ തയമ്മുമാണെങ്കിലും വുളൂ ആണെങ്കിലും ജുമുഅ നിസ്കാരത്തിനിക്ക് വേണ്ടിയുമാണ് അവൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ വുളൂ എടുത്ത് ജുമുഅയുടെ ഖുതുബ ഓതണം, എന്നിട്ട് വീണ്ടും പോയി വുളൂ എടുത്ത് ജുമുഅ നിസ്കരിക്കണം. ഇത് ഖത്തീബിനിക്ക് മാത്രം നിർബന്ധമുള്ളതാണ്. ഖത്തീബല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്കൊക്കെ, നിത്യാശുദ്ധിക്കാരായവർക്ക്, ഒരു വുളൂഉം ഒരു തയമ്മുമും മതിയാകുന്നതാണ്. വയജിബു അലൈഹിൽ വുളൂഉ ലികുല്ലി ഫർളിൻ, എല്ലാ ഫർള് നിസ്കാരത്തിനും വുളൂ ചെയ്യൽ നിർബന്ധമാണ്. കത്തയമ്മുമി, തയമ്മുമ് പോലെ തന്നെ. എന്ന് പറയുമ്പോൾ ഒരു തയമ്മുമ് കൊണ്ടും നിത്യാശുദ്ധിക്കാരുടെ ഒരു വുളൂ കൊണ്ടും ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. സുന്നത്ത് എത്രയും അവർക്ക് നിസ്കരിക്കാം. വുളൂ മുറിയുന്നത് വരെ, തയമ്മും മുറിയുന്നത് വരെ സുന്നത്തുകൾ എത്രയും അവർക്ക് നിസ്കരിക്കാം. എന്നാൽ ഇങ്ങനെ നിത്യ അശുദ്ധിക്കാരായ ആളുകൾ എങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത്? മൂത്രവാർച്ചക്കാരനാണ്, അതുപോലെ തന്നെ ഇസ്തിഹാലത്തുകാരിയാണ്. ഇസ്തിഹാലത്തുകാരി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈളിൻ്റെയും നിഫാസിൻ്റെയും മെൻസസിൻ്റെയും പ്രസവാനന്തരം വരുന്ന രക്തത്തിൻ്റെയും സമയം അല്ലാതെ
മറ്റു സമയങ്ങളിൽ രോഗം കാരണമായി പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. അത് നജസായത് കൊണ്ട് തന്നെ, മൂത്രവും രക്തവും നജസായത് കൊണ്ട് തന്നെ വസുലുൽ ഫർജി ഗുഹ്യസ്ഥാനം അവർ കഴുകണം. വയിബ്താലുൽ ഖുത്നതി അല്ലതി ബിഫമിഹി ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്ത് പരുത്തി പോലോത്തതിനെ പഞ്ഞിയോ അതല്ലെങ്കിൽ നല്ല ശീലയോ വെക്കണം. വൽ ഇസാബത്തു എന്നിട്ട് അത് അവിടെ വെച്ച് അതിനെ വെച്ചു കെട്ടുകയും വേണം. ഇങ്ങനെ ഓരോ ഫർള് നിസ്കാരത്തിനും ഇങ്ങനെ ചെയ്യണം. വഇല്ലം തസൽ അൻ മൗളിഇഹ അടുത്ത ഫർളിന്റെ സമയമാകുമ്പോൾ ആ സ്ഥലത്ത് ആദ്യം വെച്ച് കെട്ടിയത് നീങ്ങിയിട്ടില്ല എങ്കിലും അതിനെ മാറ്റി രണ്ടാമത്തെ ഫർദിന് വേണ്ടി വീണ്ടും ആദ്യത്തേതുപോലെ തന്നെ കുഴിയസ്ഥാനം കഴുകുകയും പഞ്ഞിയോ ശീലയോ പോലത്തത് അതിൻ്റെ വാഴിഭാഗത്ത് വെച്ച് കെട്ടണം. എന്നിട്ട് വുളു എടുക്കണം. ഇത് നിർബന്ധമാണ് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരാള് അസറിനോട് തൊട്ടടുത്ത സമയത്താണ് ളുഹ്ർ നിസ്കരിക്കുന്നത്. അവൻ്റെ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞു. മൂത്രവാർച്ചക്കാരനാണ്, തയമ്മമെടുത്ത് നിസ്കരിക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ ളുഹ്ർ കഴിഞ്ഞ ഉടനെ തന്നെ അസ്റിന്റെ ബാങ്ക് കൊടുത്തു. എന്നാൽ ആ വുളൂ കൊണ്ടും ആ തയമ്മുമ് കൊണ്ടും അവന് അസ്ർ നിസ്കരിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ അവൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ചെയ്ത് വേണം അവന് വുളൂ ചെയ്യാനും തയമ്മുമിനെ പുതുക്കുകയും വേണം. വഅലാ നഹ്വി സൽസലി മുബാദറത്തും ബിസ്വലാത്തി നിത്യശുദ്ധിക്കാരായിരിക്കുന്ന ആളുകൾ നിസ്കാരത്തിന് ഉള്ളരിക്കണം. എന്ന് പറഞ്ഞാൽ വുളൂ എടുത്ത് പിന്നെ താമസിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നിസ്കരിക്കണം. വലോ അഖറ ലി മസ്ലഹത്തിഹ എന്തെങ്കിലും മസ്ലഹത്ത് ഉണ്ടാകും, നന്മ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് പിന്താവുന്നതാണ്. എന്താണ് ആ നന്മ? ഇന്തിളാരി ജമാഅത്തിൻ ഔ ജുമുഅത്തിൻ ജുമുഅ ജമാഅത്ത് പോലോത്തതിനെ പ്രതീക്ഷിച്ച് നിൽക്കുക. ഈ കാര്യത്തിനു വേണ്ടിയല്ലാതെ അവൻ അവിടെ പിന്താൻ പാടില്ല. ഉടനെ തന്നെ അവൻ നിസ്കരിക്കണം. കദിഹാബി ഇലാ മസ്ജിദിൻ പള്ളിയിലേക്ക് അവൻ പോവുക. വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്തിട്ട് വുളൂ ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് അവൻ നടന്നു പോവാണ്. അങ്ങനെ പോവുകയാണെങ്കിലും ലം യളുറുഹു അവൻ്റെ വുളൂ എനിക്ക് പ്രശ്നം ഒന്നും ഇല്ല. ഈ നല്ല കാര്യത്തിന് വേണ്ടിയല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയും പിന്താൻ പാടില്ല. നിത്യശുദ്ധിക്കാരനാണെങ്കിൽ അവൻ വുളൂ എടുത്ത ഉടനെ തന്നെ നിസ്കരിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറുപടി പറയും. നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ അറിവിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.